ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എനിക്കെല്ലാം മനസ്സിലായി. ക്ഷമ, അത് വിട്. നിനക്ക് നിന്നെ അറിയില്ലേ? ക്ഷേത്രകുളത്തിലേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് ഞാൻ കണ്ടത്. നീ എന്റെ അച്ഛനല്ലേ, നീ പറയുമ്പോ അനുസരിക്കാനും ബഹുമാനിക്കാനും. ആണെങ്കിൽ കഴിച്ചിട്ട് പോടാ. ഇപ്പൊ അവൻ തടിമില്ലി വന്നു. ഇനി അവൻ നമ്മളെ അണ്ണാക്കി കയറിയിരിക്കും. അതിനു മുമ്പ് തീർക്കണം. ഈ വരവിന്റെ ഉദ്ദേശം അത് തന്നെയാ. കുടുംബദൈവങ്ങൾ കൂട്ടു നിൽക്കില്ലായിരിക്കാം, എന്നാലും അവന്റെ ഒരു പിടി ബലിച്ചോറ് എനിക്ക് കാക്കയ്ക്ക് കൊടുക്കണം. കൊല്ലുന്നത് നമ്മളാണെങ്കിലും അകത്ത് പോകുന്നത് ദേ അവനായിരിക്കണം. ജപ്തി നടന്നതിന്റെ സങ്കടത്തിൽ അനിയനെ പോലെ കൊണ്ടു നടന്നവനെ തഞ്ചത്തിൽ വിളിച്ചോണ്ടുപോയി മദ്യത്തിൽ വിഷം ചേർത്ത് കൊടുത്തു കൊന്നു എന്നാക്കണം. അതുമല്ലെങ്കിൽ പകരം ചോദിക്കാൻ വന്ന വിഷ്ണുവിനെ ഒരു പിച്ചാത്തിൽ പിടിയിൽ തീർത്തു ഈ പുന്നാര അനിയൻ എന്നും ആവാം. രണ്ടായാലും വിഷ്ണു എന്ന വടവർഷം അടിപതറി വീഴും എന്നേക്കുമായി. എന്ത് വേണമെന്ന് ഉപേന്ദ്ര മുതലാളിക്ക് തീരുമാനിക്കാം. എന്നിട്ട് വേണം ഇതിന് എനിക്കെന്ത് വേണമെന്ന് പറയാൻ. കാശ് എനിക്കൊരു പ്രശ്നമല്ല, പക്ഷെ അഭിമാനം, അതിനേറ്റ മുറിവ്, അതെനിക്ക് പരിഹരിച്ചു തരണം. എനിക്ക് പറക്കാതെ പോയ ഉണ്ണിയെന്ന് വിഷ്ണുവിനെ വേണമെങ്കിൽ എനിക്ക് പറയാം. കാരണം ആ ഒരു വേദന ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടാ എന്റെ ഇങ്ങോട്ടുള്ള വരവ് തന്നെ. സത്യഭാമ എന്നെ കാന്തം പോലെ ആകർഷിച്ചവളാ. അവളുടെ കുലം മുടിക്കാതെ എനിക്കിവിടുന്ന് പോകാൻ പറ്റുമോ? അത് ഞങ്ങൾക്ക് പുതിയ അറിവാട്ടോ. എങ്കിലും പറയാം, എന്തിനും ഞങ്ങൾ തയ്യാർ. അല്ലടി, പണം ഒഴുക്കാൻ ഉപേന്ദ്ര മുതലാളി തയ്യാറാണെങ്കിൽ മുതലാളിയുടെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും ഒഴുക്കിക്കളയാൻ ഞങ്ങളും തയ്യാറാ. ഒരു വലിയ യുദ്ധത്തിനായിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. അതെ, മഹാഭാരത യുദ്ധം പോലത്തെ യുദ്ധം. ഈ യുദ്ധത്തിൽ വിഷ്ണുവിനെ നേരിടാൻ എനിക്കൊരു പോരാളിയെ വേണം. അവന്റെ തലച്ചോറ് ചിന്നിച്ചെതറിക്കാൻ അവനെ വെല്ലുന്ന ഒരുത്തൻ, മുന്നിൽ നിർത്തി കളിക്കാൻ ആണായി പറന്ന ഒരുത്തൻ. അവനെ ജയിക്കാൻ പോകുന്ന ഒരുത്തനാണെങ്കിൽ ഇവൻ പോരാ. കാരണം അവന്റെ കരളുറപ്പും ചങ്കുറപ്പും ഒക്കെ അവന് മാത്രമുള്ളതാ. ഈ ഇരട്ടച്ചങ്കരന് നമ്മൾ കളിയാക്കി പറയുന്ന ഒന്നുണ്ടല്ലോ, ആ പേര് ചേരുന്ന അവന് തന്നെയാ. അവനെ ജയിക്കാൻ നീക്കരുത്തും ആയോധന മുറകളും ഒന്നും നോക്കണ്ട. ചതി, നല്ല ഒന്നാന്തരം ചതി, അത് മാത്രമേ വർക്കൗട്ടാവൂ. കാരണം ആണായി പിറന്നവനാ വിഷ്ണു. ശത്രുവാണെങ്കിലും അവന്റെ മഹത്വം വിളമ്പാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയാ, ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ആയുധം കൊണ്ടും അവനെ ജയിക്കാനാവില്ല. ഒളിപ്പോര്, അത് മാത്രമേ നടക്കൂ. എനിക്കതറിയാം സുസ്മിതേ. അവന്റെ ശൗര്യം നേരിട്ട് കണ്ടതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. മഹാഭാരത യുദ്ധത്തിൽ വില്ലാളി വീരനായ ഭീഷ്മനെ വീഴ്ത്തിയത് എങ്ങനാ, അതുപോലെ എനിക്കൊരു ശിഖണ്ഡിയെ വേണം. എന്റെ തലയ്ക്ക് മുകളിൽ മഹാവിഷ്ണുവിന്റെ ചക്രം പോലെ അറക്കവാളുമായി നിന്നവനെതിരെ എനിക്കൊരു ഡമ്മി പോരാളിയെ വേണം. എന്നാലേ എനിക്ക് അവൻ പോലും അറിയാതെ പിന്നിൽ നിന്ന് കുത്താൻ പറ്റൂ. അതിനിവൻ തന്നെ ബെസ്റ്റ്. വിഷ്ണുവിനെതിരെ ഞാൻ കണ്ടെത്തിയ ശിഖണ്ഡിയും ഇവൻ തന്നെ. മോളെ എന്തായി? നീ വന്നപ്പോ ഞാൻ കരുതി ശ്യാമയും കൊണ്ടാ വന്നതെന്ന്. അപ്പോ അവളിവിടെ വന്നിട്ടില്ലല്ലേ?
ഇല്ല. നോക്കാവുന്നിടത്തെല്ലാം നോക്കി. പോകാൻ സാധ്യതയുള്ള ഷമയുടെ ഫ്രണ്ട്സിന്റെ വീടുകളിലും തിരക്കി. പക്ഷെ അവിടെയൊന്നും ചെന്നിട്ടില്ല. നമുക്കിനി അയ്യോ, എന്താടി മോളെ? മോളെ, നീ ഇതെവിടെയായിരുന്നു? ഞങ്ങൾ എന്തിനിങ്ങനെ തീ തീറ്റിക്കുന്നെ? എടി, എന്താ ഉണ്ടായത് പറയേ. ശാന്തിജി, എന്താ ഉണ്ടായേ? ഇവളെ എവിടെ വെച്ചാ കണ്ടേ? എവിടെയായിരുന്നു ഇവളെ ഇത്രയും നേരം? മോളെ, ഡീ, ദേ, ഞങ്ങളെ സങ്കടപ്പെടുത്താനുള്ള വഴികളൊക്കെ നോക്കിയല്ലേ? കുഞ്ഞേച്ചി, ക്ഷമ മോളെ, ഡി, എന്താ ഉണ്ടായത്? കുഞ്ഞേച്ചി, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. വിഷ്ണുവേട്ടൻ എന്റെ ഏട്ടനല്ലേ, എന്റെ കാണപ്പെട്ട ദൈവം. എന്നിട്ടും എന്നെ വിഷ്ണുവേട്ടനെയും ചേർത്ത്. വേണ്ട, കൂടുതലൊന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി. ക്ഷമ, അത് വിട്. നിനക്ക് നിന്നെ അറിയില്ലേ? ക്ഷേത്രകുളത്തിലേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് ഞാൻ കണ്ടത്. ഈശ്വരൻ എന്നെ ആ വഴിക്ക് പറഞ്ഞു വിട്ടതാ. ഈശ്വര, ആരാ ഈ പാതിരാത്രിയില് കുളത്തിലേക്ക് ഇറങ്ങുന്നത്? ആ, ശ്യാമയല്ലേ ഇത്? ആണല്ലോ. ശ്യാമേ, ശ്യാമേ, എന്താ ഇവിടെ? മോളെ, മോളെ, എവിടെ ഇറങ്ങി പോവാ? മോളെ ശ്യാമേ, നിക്ക്. എന്താ ഈ കാണിക്കുന്നേ?